ഇന്ന് ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം യേശുവിനെ വേണ്ട എന്ന് പറഞ്ഞ ചിലരെ കുറിച്ചാണ്. എബ്രായ ലേഖനം 3-ാം അധ്യായം 12-ാമത്തെ വാക്യം. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. അപ്പോൾ ദൈവപുത്രനായ ക്രിസ്തുവിനെ ത്യജിച്ചു കളയാൻ പ്രേരകമാകുന്ന ഒരു കാര്യം അവിശ്വാസമുള്ള ദുഷ്ടഹൃദയമാണ്. നമ്മളിൽ ക്രിസ്തുവിനുള്ള വിശ്വാസം കുറഞ്ഞു പോയാൽ, ദുഷ്ടത നമ്മളിൽ പ്രബലപ്പെട്ടാൽ, ചില വേള നാം ക്രിസ്തുവിനെ പോലും തള്ളിപ്പറയും. യേശു ക്രിസ്തു ഭൂമിയിലായിരുന്ന സന്ദർഭത്തിൽ യേശുവിനെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് കർത്താവിനെ തള്ളിപ്പറഞ്ഞ 7 വ്യക്തികളെ നമുക്ക് പുതിയ നിയമത്തിൽ കാണുവാൻ കഴിയും. ഒന്ന് ദ്രവ്യാഗ്രഹിയായ യൂദയാണ്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമല്ലോ. ഇത് കാംക്ഷിച്ചിട്ട് ചിലർ വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നു. യേശുവിന്റെ കാൽക്കൽ ആ തൈലമടിച്ച സ്ത്രീയുടെ സന്മനസ്സിനെ പ്രകീർത്തിക്കേണ്ടതിന് പകരം യൂദ ഇങ്ങനെയാണ് പറഞ്ഞത്: ഇത് ഇത്രയും പൈസ ഉണ്ടായിരുന്നെങ്കിൽ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നു. പക്ഷെ അവിടെ പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയത്: ഇത് അവന് ദരിദ്രരെ കുറിച്ച് വിചാരമുണ്ടായത് കൊണ്ടല്ല, അവൻ കള്ളനാവുകൊണ്ടും പണസഞ്ചിയിലിട്ടത് എടുത്തു വന്നതുകൊണ്ടുമാകുന്നു ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ 300 വെള്ളിക്കാശ്, ഒരു വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ വേതനമാണ്. അടുത്ത ദിവസം ഇവന് മറ്റൊരു ഓഫർ കിട്ടി, 300ന്റെ സ്ഥാനത്ത് 30. ആ 30 വെള്ളിക്കാശിന് അവൻ യേശുവിനെ ഒറ്റിക്കൊടുക്കുകയാണ്. യാദൃശ്ചികമായി സംഭവിച്ചതായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അതിൽ പ്രാവചനികപരമായും സാഹചര്യപരമായും ഉള്ള അർത്ഥങ്ങളുണ്ട്. യൂദ ഇസ്കരിയോത്താവ് യേശുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കുമെന്നുള്ളത് മശിഹയെ കുറിച്ചുള്ള നിരവധി പ്രവചനങ്ങളിൽ ഒരു പ്രവചനമായിരുന്നു. ആദ്യം നമുക്ക് മത്തായി സുവിശേഷം 26-ാം അധ്യായം 15-16 വാക്യം വായിക്കാം. നിങ്ങൾ എന്ത് തരും? ഞാൻ അവനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവർ അവന് 30 വെള്ളിക്കാശ് തൂക്കി കൊടുത്തു. യൂദ ഇസ്കരിയോത്താവ് യേശുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കുകയാണ്. ഇനി യൂദ യേശുവിനെ ഒറ്റിക്കൊടുത്തതിനെ കുറിച്ചുള്ള സങ്കീർത്തനത്തിലെ ഒരു പ്രവചനം കൂടി നോക്കണം. 41-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യം. ഞാൻ വിശ്വസിച്ചവനും എന്റെ അപ്പം തിന്നവനുമായ എന്റെ പ്രാണസ്നേഹിതൻ പോലും എന്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കും. ഞാൻ വിശ്വസിച്ചവനും എന്റെ അപ്പം തിന്നവനുമായ പ്രാണസ്നേഹിതൻ പോലും എന്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. അഹിത്തോഫേൽ എന്ന ദാവീദിന്റെ വിശ്വസ്ത മന്ത്രി ദാവീദിന് നേരെ കുതികാൽ ഉയർത്തിയ ആ ഭാഗമാണതിന്റെ ചരിത്രപരമായ കാര്യമെങ്കിലും ഇത് ദാവീദ് പുത്രനായ ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനം കൂടിയായിരുന്നു. ഇവിടെ നിന്നുള്ള 2 പദങ്ങൾ നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. 1 അപ്പം തിന്നവൻ, 2 പ്രാണസ്നേഹിതൻ. പെസഹ ഭോജനത്തിന്റെ അന്ന് കർത്താവ് പറയുകയാണ്: നിങ്ങളെ 12 പേരെ ഞാൻ തെരഞ്ഞെടുത്തില്ലയോ? നിങ്ങളിൽ ഒരുവൻ പിശാചാകുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും. ഉടനെ ശിഷ്യന്മാരൊക്കെ ഗുരു ഞാനാണോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആശ്ചര്യം കൂറുകയാണ്. കർത്താവ് പറഞ്ഞു: ഞാൻ അപ്പക്കണ്ണം മുക്കി ആർക്കു കൊടുക്കുന്നുവോ അവനാകുന്നു എന്നെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പക്കണ്ണം വാങ്ങി കൊടുത്തു, ഉടനെ അവൻ എഴുന്നേറ്റ് പോയി. അപ്പോൾ രാത്രിയായിരുന്നു. എന്റെ അപ്പം തിന്നവൻ. അടുത്ത പദം പ്രാണസ്നേഹിതൻ. ആ പ്രവചനത്തിന്റെ നിവർത്തി നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. പ്രാണസ്നേഹിതൻ. യൂദ എഴുന്നേറ്റ് പോയി. നേരത്തെ റിഹേഴ്സൽ വരെ നടത്തി വെച്ചിട്ടാണ് പുള്ളിയ നാടകം അഭിനയിക്കുന്നത്. ഇരുട്ടിലേക്ക് പോയപ്പോ ശിഷ്യന്മാർക്ക് തോന്നിയത് അവൻ ഖജാൻജിയാണല്ലോ, അപ്പോ വല്ല സാധനങ്ങളും വാങ്ങിക്കാൻ ടൗണിൽ പോയതായിരിക്കുമെന്ന. അതേപോലും നേരത്തെ പറഞ്ഞു വെച്ച ആ ക്രമീകരണം അനുസരിച്ച് യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി പോയതാണ്. ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവനാകുന്നു റബി, അവനെ പിടിച്ചുകൊള്ളുവീൻ എന്ന അടയാളം പറഞ്ഞു കൊടുത്തിട്ട് ഇതൊന്നും അറിയാത്തവനെ പോലെ ഇവൻ ഓടിക്കിതച്ച് വന്നിട്ട് യേശുവിന്റെ അടുക്കൽ വന്നിട്ട് ഗുരു എന്ന് പറഞ്ഞ് അവനെ ചുംബിക്കുകയാണ്. ഈ ഓടിവരവും
കെട്ടിപ്പിടിച്ചുള്ള ഈ ഉമ്മ കൊടുക്കലും ഇതൊക്കെ കാണുമ്പോ നമുക്ക് തോന്നും, കർത്താവേ, ഞാൻ സാധനം വാങ്ങിക്കാൻ ടൗണിൽ ചെന്നപ്പോ നിന്നെ അറസ്റ്റ് ചെയ്യാൻ പട്ടാളം വരുന്നതായിട്ട് അറിഞ്ഞു. ഞാൻ കുറുക്കു വഴിയിട്ട് വേഗം വന്ന് നിന്നെ രക്ഷിക്കാൻ തുടങ്ങിയ, നീ എങ്ങനെയും രക്ഷപ്പെട്ടോളൂ. അവന്റെ അഭിനയം കണ്ടോ? ഗുരുവേ എന്ന് പറഞ്ഞ് ഓടിക്കതച്ച് വന്ന് കർത്താവിനെ ചുംബിക്കുമ്പോ യേശുവിനെ വിളിച്ച വിളി യൂദായെ എന്നല്ല, സ്നേഹിത മനുഷ്യപുത്രനെ ചുംബനം കൊണ്ടോ കാണിച്ചു കൊടുക്കുന്നത്. എന്തുകൊണ്ട് ആ വേളയിൽ സ്നേഹിത എന്ന് വിളിച്ചു? ഈ സംഭവത്തിന് 1000 വർഷത്തിന് മുമ്പ് ദാവീദ് ആത്മാവിൽ പാടി, ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം തിന്നവനുമായ പ്രാണസ്നേഹിതൻ പോലും എൻ്റെ നേരെ കുതികാലുയർത്തി. സക്കറിയ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ അതിന്റെ പ്രവചന ഭാഗം നമ്മൾ വായിക്കുന്നു. ഞാൻ അവരോട്, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എന്റെ കൂലി തരുവീൻ, ഇല്ലെന്ന് വരിയിൽ തരണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എന്റെ കൂലിയായി 30 വെള്ളിക്കാശ് തൂക്കി തന്നു. യേശു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യേശുവിൽ നിറവേറേണ്ടുന്ന ഒരു പ്രവചനം സക്കറിയാവ് എഴുതി വച്ചിരിക്കുകയാണ്. കാളയ്ക്ക് കച്ചവട ചന്തയിൽ വിലപേശുന്നത് പോലെ യൂദാ ഇസ്കരിയോത്താവ് മഹാപുരോഹിതന്മാരുടെ വീട്ടിൽ ചെന്ന് കസേരയിൽ ഇരുന്നിട്ട് പുള്ളി വെയിറ്റ് ഇട്ടോണ്ട് പറയാം, നല്ല മനസ്സുണ്ടെ തന്നാ മതി, ഇല്ല വേണ്ടെന്നേ വിലപേശുകയാണ്. അങ്ങനെ അവർ അവന് 30 വെള്ളിക്കാശ് തൂക്കിക്കൊടുത്തു. അക്കാലത്ത് 30 വെള്ളിക്കാശ് എന്ന് പറയുന്നത് ഒരടിമയുടെ വിലയായിരുന്നു. വായിക്കാം, പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം. ഒരുവന്റെ കാള അബദ്ധവശാൽ ഒരു അടിമയെ കുത്തിക്കൊന്നാൽ ആ കാളയുടെ ഉടമസ്ഥൻ ആ യജമാനന് 30 വെള്ളിക്കാശ് കൊടുക്കണമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഒരു അടിമയുടെ വില 30 വെള്ളിക്കാശ്. 300 വെള്ളിക്കാശ് കിട്ടാഞ്ഞപ്പോ 30 ആകട്ടെ എന്ന് കരുതി യേശുവിന് വേണ്ടി വിലപേശുന്ന ആ പദങ്ങൾ പോലും സക്കറിയാവ് രേഖപ്പെടുത്തി. മനസ്സുണ്ടേ എന്റെ കൂലി തന്നാ മതി, ഇല്ല വേണ്ട. ആ പണം അവൻ ഉപകരിച്ചില്ല. ഒറ്റിക്കൊടുത്ത് കിട്ടിയ 30 വെള്ളിക്കാശുമായി അവൻ പോയ വേളയിലാണ് അവൻ വേറൊരു വാർത്ത അറിയുന്നത്. യേശുവിനെ ശിക്ഷയ്ക്ക് വിധിച്ചു. മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ. യേശുവിനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് കണ്ടപ്പോൾ യൂദാദാനും ദുഃഖിച്ചു, അനുതപിച്ചു. മനസാക്ഷിയിൽ കുത്തുമായി അവൻ മഹാപുരോഹിതന്മാരുടെ അടുക്കിലേക്ക് ഓടിച്ചെന്നിട്ട് പറയുകയാണ്, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു. മനസ്സിന്റെ നിലതെറ്റിയവനായി, ഗുരുവിനെ കൊറ്റിക്കൊടുത്തതിൽ കുറ്റബോധമുള്ളവനായി അവൻ ഓടിക്കിതച്ച് ചെല്ലുന്ന വേളയിൽ ഒരാശ്വാസവാക്ക് പോലും മഹാപുരോഹിതന്മാർ അവനോട് പറഞ്ഞില്ല. അല്പം മുമ്പ് അല്ലെങ്കിൽ ചില ദിവസങ്ങൾക്ക് മുമ്പ് യൂദായി മഹാപുരോഹിതന്മാരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോ എന്തൊരു സ്വീകരണമായിരുന്നു. എന്നാൽ ഇപ്പോ ഇവൻ മനസ്സിന്റെ നിലതെറ്റിയവനായി ചെന്നപ്പോൾ ഒരാശ്വാസവാക്ക് പോലും അവനോട് പറയാൻ അവർ തയ്യാറായില്ല. ഇതാണ് ലോകം. നിങ്ങളെ കൊണ്ട് മുതലെടുത്ത് കഴിയുമ്പോൾ ചതിയന്മാർ നിങ്ങളുടെ കാലുവാരും. നീ മാനസികമായി തകരുന്ന വേളയിൽ കൂടെ നിൽക്കുമെന്ന് വിചാരിക്കുന്നവർ പോലും നിന്നെ കൈയൊഴിയും. പണം അവന് കയ്യിലുണ്ടെങ്കിലും മനസാക്ഷിയിൽ കുത്തുള്ളവനായ അവൻ ആ പണം കൊണ്ടുപോയി മന്ദിരത്തിലേക്ക് വലിച്ചെറിഞ്ഞ് അവൻ പോയി കെട്ടിഞ്ഞാന്ന് ചത്തു. യേശുവിനെ വേണ്ട എന്ന് പറഞ്ഞ അവന്റെ ജീവിതത്തിന്റെ അന്ത്യം എത്ര ശോചനീയമായിരുന്നു. ഒരു വാക്യം വായിച്ചാട്ടെ. എബ്രായ ലേഖനം 10-ാം അധ്യായം 29-ാമത്തെ വാക്യം. ദൈവത്തിനെ ചവിട്ടിക്കളയും, തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും ചെയ്യുന്നവർ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിപ്പിൻ. യൂദാ കെട്ടിഞ്ഞാന്നിയത്തു. ആ കയറ് പൊട്ടിപ്പോയി. അവന്റെ കുടല് 2ആയിട്ട് തുറിച്ചുപോയി. ആ പണം പിന്നീട് എന്ത് ചെയ്തു? മന്ദിരത്തിലിടുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞ് ആ പണം എടുത്ത് രക്തനിലം എന്നർത്ഥമുള്ള അക്കൽദാമ എന്ന ഒരു സെമിത്തേരി വാങ്ങിച്ചു പരദേശികളെ കുഴിച്ചിടാൻ. അപ്പൊ യേശുവിനെ വേണ്ട എന്ന് പറഞ്ഞ ഒരു വ്യക്തി ദ്രവ്യാഗ്രഹിയായ യൂദയ. കർത്താവിനെ തള്ളിപ്പറഞ്ഞ മറ്റൊരു പറ്റം ആളുകൾ യേശുവിന്റെ ശിഷ്യന്മാരാണ്.
മത്തായി സുവിശേഷം 26:56 എന്നാൽ ഇതൊക്കെയും പ്രവാചകന്മാരുടെ എഴുത്തുകൾ നിവൃത്തിയാകേണ്ടതിന് സംഭവിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. അവിടെയും പ്രവാചകന്മാരുടെ എഴുത്തുകൾ നിവർത്തിയാവുകയാണ്. എവിടെയാണ് പ്രവാചകന്മാരുടെ എഴുത്തുകളിൽ നിവർത്തിയാവുന്നത്? എന്താ നിവർത്തിയാവുന്നത്? എല്ലാവരും അവനെ വിട്ടിട്ട് ഓടിപ്പോകണം. സക്കറിയ പ്രവചനം 13-ാം 7 ഭാഗമാണ്. ആടുകൾ ചിതറിപ്പോകേണ്ടതിന് ഇടയനെ വെട്ടുക, ഞാൻ ചെറിയവരുടെ നേരെ ആടുകൾ ചിതറിപ്പോകേണ്ടതിന് ഇടയനെ വെട്ടുക. മത്തായി 26:31 നോക്കിയാട്ടെ. ഞാൻ ഇടയനെ വെട്ടും, കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്താണ് സംഭവിച്ചത്? യേശുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ശിഷ്യന്മാരെല്ലാവരും യേശുവിനെ വിട്ടിട്ടോടിപ്പോയി. അവൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി. ആരും അവനോടുകൂടെ ഉണ്ടായിരുന്നില്ല. ആര് നിന്നെ വിട്ടിട്ട് പോയാലും ഞാൻ വിട്ടുപോകത്തില്ലെന്ന് പറഞ്ഞ ഒരു പുള്ളിയുണ്ട്. ആരാ? പത്രോസ്. ബാക്കി ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയി ജീവരക്ഷയ്ക്ക് വേണ്ടി. പക്ഷെ പത്രോസ് പറഞ്ഞു, ഇവന്മാരെല്ലാം പോയാലും ഞാൻ പോവില്ല. നിന്നോട് കൂടെ തടവിലാകാനും നിന്നോട് കൂടെ മരിപ്പാനും ഞാന് ഒരുങ്ങിയിരിക്കുന്നു. പക്ഷേ കർത്താവിനോട് പറഞ്ഞു, ഈ രാത്രി കോഴി മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. മത്തായി സുവിശേഷത്തിലേക്ക് വന്നാട്ട് 26-ാം 70, 72, 74 നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് എല്ലാവരും കേൾക്കെ തള്ളി പറഞ്ഞു. ഒന്നാമത്തെ തള്ളി പറച്ചിൽ. ഇനി 72 ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് അവൻ രണ്ടാമത്. അടുത്തത് 74 അപ്പോൾ അവൻ ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. ഈ രാത്രി കോഴി 2 വട്ടം കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 വട്ടം തള്ളി പറയും. അവൻ 3-ാമതും തള്ളി പറഞ്ഞു. തിരുവചനം, അപ്പോൾ കോഴി 2-ാമതും കൂവി. നിങ്ങൾ നോക്കിക്കേ, ഇതൊക്കെ ആരാണ്ട് നേരത്തെ തയ്യാർ ചെയ്തു വെച്ചിട്ട് സംഭവിക്കുന്നത് പോലെയല്ലേ കർത്താവിന്റെ കുരിശുമരണത്തിലെ ഓരോരോ സംഭവങ്ങളും നമ്മൾ കാണുന്നത്. 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കുന്നത്, അപ്പം തിന്ന പ്രാണസ്നേഹിതൻ കുതികാൽ ഉയർത്തുന്നത്, യേശുവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും വിട്ടിട്ട് ഓടിപ്പോകുന്നത്, പത്രോസ് പോലും കർത്താവിനെ തള്ളി പറഞ്ഞിട്ട് പോകുന്നത്. ഇതൊക്കെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠം. നാം ആരാധിക്കുന്ന ആരാധ്യ പുരുഷൻ, നമ്മുടെ രക്ഷിതാവ് സാധാരണക്കാരനല്ല. അവന്റെ മരണം യാദർശികമായി ലോകത്തിൽ നിവർത്തിയായ ഒരു കാര്യമല്ല. യുഗങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തി വച്ചിരുന്ന പ്രവചനം കൃത്യമായി ക്രിസ്തുവിൽ നിവർത്തിയാവുകയാണ്. 3-ാമത്തെ വ്യക്തി മഹാപുരോഹിതനായിരുന്ന ഹന്നാവാണ്. യോഹന്നാന്റെ സുവിശേഷം 18-ാം 12-13 പട്ടാളവും സഹസ്രാധിപനും യഹൂദന്മാരുടെ ചേവകരും യേശുവിനെ പിടിച്ചുകെട്ടി ഒന്നാമത് ഹന്നാവിന്റെ അടുക്കൽ കൊണ്ടുപോയി. അറസ്റ്റ് ചെയ്തിട്ട് ആദ്യം ഹന്നാവിന്റെ അടുക്കിലേക്കാണ് കൊണ്ടുപോകുന്നത്. 13-ാമത്തെ അവൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യഫാവിന്റെ അമ്മായപ്പനായിരുന്നു. അപ്പൊ അമ്മാവിയപ്പനാണ്. അപ്പൊ ഹന്നാവിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോവുകയാണ്. ഹന്നാവ് യേശുവിന്റെ ഉപദേശപരമായ കാര്യങ്ങളെ കുറിച്ചാണ് ചോദിക്കുന്നത്. യേശു പറഞ്ഞ മറുപടി 21-22 നീ എന്നോട് ചോദിക്കുന്നത് എന്ത്? ഞാൻ സംസാരിച്ചത് എന്തെന്ന് കേട്ടവരോട് ചോദിക്കാം. നീ എന്റെ ഉപദേശം ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. കേട്ടവരോട് ചോദിക്കുക. കേട്ടവര് പറയും, ഇവൻ ലോകത്തിലേക്ക് വരുവാനിരിക്കുന്ന മശികയാണ്. ഹന്നാവിന് അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. കേട്ടവരോട് ചോദിക്കുന്നു പറഞ്ഞു കേട്ടപ്പോ അടുക്ക നിന്ന പള്ളി പോലീസ്, ബൈബിളിൽ പദം ചേവകർ എന്നാണ്. ചേവകൻ എന്ത് ചെയ്യുന്ന അറിയാമോ? യേശുവിന്റെ മുഖത്തിട്ട് ഒറ്റയടി അടിച്ചു. മഹാപുരോഹിതനോട് ഇങ്ങനെയാണോ ഉത്തരം പറയുന്നതെന്ന് ചോദിച്ചു. കാരണം പുറപ്പാട് പുസ്തകം 22-28 നിന്റെ ജനത്തിന്റെ അധിപതിയെ ശപിക്കരുത് എന്നൊരു വചനമുണ്ട്. മനഃപൂർവമായി യേശുവിനെ വേണ്ട എന്ന് ഹന്നാവ് തള്ളി പറഞ്ഞു. എന്നിട്ട് കയ്യഫാവിന്റെ അടുക്കിലേക്ക് വിടുകയാണ്. കയ്യഫാവ് ആ വർഷത്തെ മഹാപുരോഹിതനായിരുന്നു. ഹന്നാവിന്റെ മരുമകനായിരുന്നു. പിന്നത്തെ അതിൽ കയ്യഫാവിന്റെ അടുക്കിലേക്ക് വന്നപ്പോ കയ്യഫാവ് യേശുവിന്റെ ആചാരപരമായ കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചു. ചോദിച്ച കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ചോദിച്ചു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നുവോ? ഞാനാകുന്നു എന്ന് യേശു മറുപടി പറഞ്ഞു. ഇത് കേട്ട ഉടനെ
മഹാപുരോഹിതൻ തന്റെ വസ്ത്രം കീറി. പക്ഷേ ആര് വസ്ത്രം കീറിയാലും മഹാപുരോഹിതൻ വസ്ത്രം കീറിക്കൂടാ. വായിക്കാം ലേവ്യ പുസ്തകം 10-ാം അധ്യായം 6-ാം വാക്യം. പിന്നെ മോശെ അഹരോനോടും അവന്റെ പുത്രന്മാരായ എലെയാസരോടും ഇഥാമാരോടും, നിങ്ങൾ മരിക്കാതെയും സർവ്വസഭയുടെയും മേൽ കോപം വരാതെയും ഇരിപ്പാൻ നിങ്ങളുടെ തലമുടി പിച്ചിപ്പറിക്കരുത്, നിങ്ങളുടെ വസ്ത്രം കീറുകയും അരുത്. മഹാപുരോഹിതൻ അഹരോനാണ്. അഹരോന്റെ കാലശേഷം ഈഥാമാരും എലിയാസറുമാണ്. അപ്പൊ ഇവരോട് 3 പേരോടുമായി മോശെ പറയുകയാണ്, ദൈവനിയോഗത്തിൽ ദൂത് പറയുകയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളുടെ തലമുടി പിച്ചിപ്പറിക്കരുത്, വസ്ത്രം കീറുകയും അരുത്. 21:10 നോക്കിക്കേ. അഭിഷേക തൈലം തലയിൽ ഒഴിക്കപ്പെട്ടവനും വസ്ത്രം ധരിപ്പാൻ പ്രതിഷ്ഠിക്കപ്പെട്ടവനുമായി തന്റെ സഹോദരന്മാരിൽ മഹാപുരോഹിതനായവൻ തന്റെ തലമുടി പിച്ചിപ്പറിക്കുകയും വസ്ത്രം കീറുകയും അരുത്. മഹാപുരോഹിതൻ തന്റെ തലമുടി പിച്ചിപ്പറിക്കരുത്, വസ്ത്രം കീറുകയും അരുത്. യേശുവിന്റെ മരണത്തിൽ 2 വസ്ത്രങ്ങളാണ് കീറിയത്. ഒന്ന്, മഹാപുരോഹിതന്റെ വസ്ത്രം കീറി. 2, മഹാപുരോഹിതന്മാർ ശുശ്രൂഷ ചെയ്തു പോന്ന ആലയത്തിലെ തിരശീല കീറി. എന്താ അതിന്റെ അർത്ഥമെന്നറിയാമോ? ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെയായിരുന്നു. ന്യായപ്രമാണ കാലം അവസാനിക്കുന്നു. ന്യായപ്രമാണത്തിന് സാധിക്കാത്തതിനെ സാധിപ്പിക്കാൻ വേണ്ടി വന്ന ദൈവപുത്രനായ ക്രിസ്തുവിന്റെ ആ ശ്രേഷ്ഠ മഹാപുരോഹിതന്റെ മുമ്പാകെ ഈ പുരോഹിതന്മാരുടെ ശുശ്രൂഷകൾക്കിനി സ്ഥാനമില്ല. ഈ കയ്യഫാവിന്റെ വേറൊരു പ്രത്യേകത, അദ്ദേഹം വസ്ത്രം കീറി. പക്ഷേ അവൻ ആ വർഷത്തെ മഹാപുരോഹിതനായിരുന്നത് കൊണ്ട് അവൻ ആത്മാവിൽ ഒരു പ്രവചനം ഒരിക്കൽ നടത്തി. എന്താ അവൻ നടത്തിയ പ്രവചനം? യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 50 മുതലുള്ള വാക്യങ്ങളിൽ, ജനം മുഴുവൻ നശിച്ചു പോകാതെ വണ്ണം ഒരു മനുഷ്യൻ ജാതിക്ക് വേണ്ടി മരിക്കുന്നത് നന്നായെന്ന് നിങ്ങൾ ഓർക്കുന്നതുമില്ല എന്ന് പറഞ്ഞു. അടുത്ത വാക്യം, അവനിത് സ്വയമായി പറഞ്ഞതല്ല, അവൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനാകിയാൽ ജനത്തിനു വേണ്ടി യേശു മരിപ്പാനിരിക്കുന്നു എന്ന് ആത്മാവിൽ അവൻ പ്രവചിക്കുകയാണ് ഉണ്ടായത്. ഓ, ദൈവജനത്തിന്റെ ആ നിർമ്മലത ശ്രദ്ധിച്ചേ, ദൈവജനത്തിന്റെ നിസ്തുലത ശ്രദ്ധിച്ചേ. അപ്പൊ ഈ കയ്യഫ മഹാപുരോഹിതൻ യേശുവിനെ വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ്. എന്നിട്ട് ഇവര് ആദ്യം പീലാത്തോസിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോ കുറ്റപത്രം അവതരിപ്പിച്ചതിനകത്ത് ഇങ്ങൊരു വാക്കുണ്ട്. പീലാത്തോസിന് മനസ്സിലായി അസൂയ കൊണ്ടാണ് ഇവർ കൊണ്ടുവന്നത്. എന്താ ഇവൻ ചെയ്ത കുറ്റം എന്ന് ചോദിച്ചപ്പോ ഇവർ പറഞ്ഞു, ഇവൻ ഗലീലയിൽ തുടങ്ങി ഇവിടുത്തോളം ജനത്തെ കലഹിപ്പിക്കുന്നു. അപ്പൊ അതിനകത്തുനിന്ന് ഒരു പോയിന്റ് പുള്ളിക്ക് കിട്ടി, ഇവൻ ഇവിടുത്തുകാരനല്ല, ഗലീലക്കാരനാ. അങ്ങനെയെങ്കിൽ ഇവനെ ഗലീലയിലെ ഭരണാധിപതിയായ ഹെരോദാവ് ഉത്സവം സംബന്ധിച്ച് ഇവിടെ വന്നിട്ടുണ്ടല്ലോ, താൽക്കാലിക ചുമതലയായി ഹെരോദാവ് ഗലീലയിൽ യെരൂശലേമിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഹെരോദാവ് ഉള്ളത്, അവിടേക്ക് കൊടുത്തു വിട്ടേക്കാം എന്ന് പറഞ്ഞ് പീലാത്തോസ് ആദ്യം യേശുവിനെ ഹെരോദാവിന്റെ അടുക്കിലേക്ക് കൊണ്ടുചെന്നു. ഹെരോദാവിന്റെ അടുക്കിലേക്ക് യേശു വരികയാണ്. അത്ഭുതാന്വേഷിയായ ഹെരോദാവും യേശുവിനെ വേണ്ട എന്ന് പറയുകയാണ്. ഹെരോദാവ് യേശുവിനെ കുറിച്ച് ഒത്തിരി കേട്ടിരുന്നു എന്നാണ് വായിക്കുന്നത്. ലൂക്കോസ് 23:6-7 വാക്യം. ഇത് കേട്ടിട്ട് ഈ മനുഷ്യൻ ഗലീലക്കാരനോ എന്ന് പീലാത്തോസ് ചോദിച്ചു. ഹെരോദാവിന്റെ അധികാരത്തിൽ ഉൾപ്പെട്ടവൻ എന്നറിഞ്ഞിട്ട് അന്ന് യെരൂശലേമിൽ വന്നു പാർക്കുന്ന ഹെരോദാവിന്റെ അടുക്കൽ അവനെ അയച്ചു. ഇവൻ ഗലീലക്കാരനാണെന്ന് അറിഞ്ഞതുകൊണ്ട് എന്ത് ചെയ്തു? ഗലീലയിലെ ഭരണാധിപതിയായ ഹെരോദാവ് അവിടെ ഉള്ളത് കൊണ്ട് അവിടേക്ക് അയക്കുകയാണ്. അവിടെ ചെന്നപ്പോ 23:8 വാക്യം, ഹെരോദാവ് യേശുവിനെ കണ്ടിട്ട് അത്യന്തം സന്തോഷിച്ചു. അടുത്തത്, അവനെ കുറിച്ച് കേട്ടിരുന്നത് കൊണ്ട് അവനെ കുറിച്ച് കേട്ടിരുന്നു. തേടിയ വള്ളി കാലി ചുറ്റി എന്ന് പറഞ്ഞ പോലെ യേശുവിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ഇവൻ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് താൻ കേട്ടിട്ടുള്ള വ്യക്തി തന്റെ മുമ്പാകെ വന്നിരിക്കുക. എങ്ങനെയാ കേട്ടെന്നറിയണ്ടേ? മത്തായി സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യം. ആ കാലത്ത് ഇടപ്രഭു
മഹാപ്രഭുവായ ഹെരോദാവ് യേശുവിന്റെ ശ്രുതി കേട്ടിട്ട് അവൻ യോഹന്നാൻ സ്നാപകൻ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തു, അതുകൊണ്ടാകുന്നു ഈ ശക്തികൾ അവനിൽ വ്യാപരിക്കുന്നത് എന്ന് തന്റെ ഭൃത്യന്മാരോട് പറഞ്ഞു. താൻ കൊല്ലിച്ച യോഹന്നാൻ സ്നാപകൻ മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റതാണ്. മനുഷ്യപുത്രനെ കുറിച്ച് ജനങ്ങൾ എന്തു പറയുന്നു എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞില്ലേ, ചിലർ നീ യോഹന്നാൻ സ്നാപകനാണെന്ന് പറയുന്നു. അത് ഹെരോദാവിന്റെ പക്ഷത്തിൽപ്പെട്ടവരാ. ഹെരോദാവ് യേശുവിനെ കുറിച്ച് ഒത്തിരി കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് പീലാത്തോസ് എന്ത് ചെയ്തത്? ഹെരോദാവിന്റെ അടുക്കിലേക്ക് യേശുവിനെ പറഞ്ഞു വിട്ടു. ഹെരോദാവ് യേശുവിനെ വിസ്തരിച്ചു. ഒരു കുറ്റവും കാണാതെ വന്നപ്പോ തിരിച്ചയച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അയക്കലൊന്ന് ശ്രദ്ധിച്ചേ. വെറുതെ ഒരു കുറ്റവാളിയെ കൊടുത്തുവിടാൻ പറ്റില്ല. കൊടുത്തുവിടുമ്പോ കുറ്റം ഒരു പേപ്പറിൽ എഴുതി കൊടുക്കണം. ഒരു ഗവർണർ വേറൊരു ഗവർണർക്ക് കത്തെഴുതുക. അപ്പൊ ഒരു പാസ്റ്റർ കത്തെഴുതാതെ ബഹുമാനപ്പെട്ട പാസ്റ്റർക്ക് സ്നേഹവന്ദനം എന്ന് പറഞ്ഞല്ലേ എഴുതുന്നത്. മുമ്പ് ഒരു പദവി ചേർക്കത്തില്ലേ? പീലാത്തോസിന് ഹെരോദാവിന്റെ അടുക്കിലേക്ക് അയക്കുമ്പോ വെറുതെ ഹെരോദാവ് എന്ന് എഴുതാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ട ഹെരോദാ രാജാവിന് വന്ദനം. ഇവിടെ വന്ന് വിസ്തരിച്ചിട്ട് പിന്നെ അങ്ങോട്ട് തന്നെ കൊടുത്തു വിട്ടു. അപ്പൊ ഹെരോദാവ് എഴുതി, പ്രിയ പീലാത്തോസിന് വന്ദനം. അന്നൊരു ഭയങ്കര സംഭവം നടന്നു. വായിക്കാം, ലൂക്കോസ് 23:13. അന്ന് ഹെരോദാവും പീലാത്തോസും തമ്മിൽ സ്നേഹിതന്മാരായി തീർന്നു. അടുത്ത വാക്യം, മുമ്പേ അവർ തമ്മിൽ വൈര്യമായിരുന്നു. ഇവർ തമ്മിൽ ശത്രുക്കളായിരുന്നു ഇവർ മിത്രമായി മാറാൻ ഇടയ്ക്കൊരാള് വന്നു. യേശു ക്രിസ്തു. ശത്രുക്കളായിരുന്ന രണ്ട് വ്യക്തികളെ തമ്മിൽ യേശു ക്രിസ്തു വന്ന് മിത്രമാക്കി മാറ്റി. ഹെരോദാവ് ഏറിയോ എന്ന് ചോദിച്ചിട്ടും യേശു ഒന്നും പറഞ്ഞില്ല. ഒരത്ഭുതം ചെയ്യുമെന്ന് വിചാരിച്ചു, ഒരത്ഭുതവും ചെയ്തില്ല. ഹെരോദാ രാജാവ് തന്റെ പടയാളികളുമായി യേശുവിനെ നിസ്സാരനാക്കി പരിഹസിച്ച് ശുഭ്രവസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിന്റെ അടുക്കിലേക്ക് പറഞ്ഞു വിട്ടു. യേശുവിനെ വേണ്ട എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഹെരോദാവ്. ഇനി ആറാമത്, യേശു പീലാത്തോസിന്റെ അടുക്കിലേക്ക് ചെല്ലുക. പീലാത്തോസിന് യേശു നിരപരാധിയാണെന്ന് പൂർണ്ണമായി മനസ്സിലായി. പക്ഷേ യേശുവിനെ വിട്ടയക്കാൻ ഇവരൊട്ട് സമ്മതിക്കത്തുമില്ല. 100 കുറ്റവാളികളെ വെറുതെ വിട്ടാലും ഒരു നീതിമാനെ ശിക്ഷിക്കരുതെന്നാണ് റോമക്കാരുടെ നിയമം. യേശു നീതിമാനാണെന്ന് പീലാത്തോസിന് മനസ്സിലായി. നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമോ? അവരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമോ? അവരുടെ മറുപടി കേൾക്കണോ? കൈസർ അല്ലാതെ ഞങ്ങൾക്കൊരു രാജാവില്ല. യേശുവിനെ അവർ രാജാവായിട്ട് അംഗീകരിക്കുന്നില്ല. അവൻ രാജാവാണ്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവൻ രാജാവല്ല, കൈസർ അല്ലാതെ ഞങ്ങൾക്കൊരു രാജാവില്ല. ഇങ്ങനെ നീതിമാനെ ശിക്ഷിക്കാൻ പാടില്ല. ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന വേളയിൽ തന്റെ പക്കലേക്ക് ഒരു കുറിപ്പടി ഒരാൾ കൊണ്ടുവന്ന് കൊടുത്തു. ആ കുറിപ്പടി തുറന്നു നോക്കിയപ്പോ സ്വന്തം ഭാര്യ എഴുതി അയച്ച ഒരു ചെറിയ കത്ത്. ക്ലൗദിയ പോർക്കുള എന്നാണ് ഈ സ്ത്രീയുടെ പേരെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അപ്പൊ സ്വന്തം ഭാര്യ ഒരു കുറിപ്പടി കൊടുത്തു വിട്ടേക്കാണ്. പീലാത്തോസ് ഒന്നാമത് വിഷണിതനായിരിക്കുകയാണ്. അപ്പോഴാണ് ഈ കുറിപ്പടി തുറന്നു വായിച്ചപ്പോൾ അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. മത്തായി സുവിശേഷം 27:19. അവൻ ന്യായാസനത്തിൽ ഇരിക്കുമ്പോൾ അവന്റെ ഭാര്യ ആളയച്ചു. അവന്റെ ഭാര്യ ആളയച്ചു. ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. അവൻ നിമിത്തം ഇന്ന് സ്വപ്നത്തിൽ ഞാൻ വളരെ കഷ്ടം അനുഭവിച്ചു. താൻ പിന്നെയും ദുഃഖിതനായി. തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. നീതിമാന്മാരെ ശിക്ഷിക്കാൻ പാടില്ല. യേശു നീതിമാനാണെന്ന് തനിക്ക് ബോധ്യമായി. പീലാത്തോസ് ചെയ്തൊരു കാര്യം, ജനം കാണെ, പുരുഷാരം കാണെ വെള്ളമെടുത്ത് കൈ കഴുകി, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞു. ഈ കൈ കഴുകിയത് എന്തിനാ? അതിന്റെ കാരണം ഞാൻ തിരുവെഴുത്തിൽ നിന്ന് വായിച്ചു കേൾപ്പിക്കാം. ആവർത്തന പുസ്തകം 21-ാം അധ്യായം 1, 6, 7 വാക്യങ്ങൾ. നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് വയലിൽ ഒരുത്തനെ കൊന്നിട്ടിരിക്കുന്നത് കാണുകയും അവനെ കൊന്നവൻ ആരെന്ന് അറിയാതിരിക്കുകയും ചെയ്താൽ. ഇനി 6, 7 വാക്യം. കൊല്ലപ്പെട്ടവന് അടുത്ത പട്ടണത്തിലെ മൂപ്പന്മാർ എല്ലാവരും താഴ്വരയിൽ വെച്ച് കഴുത്തൊടിച്ച പശുക്കിടാവിന്മേൽ തങ്ങളുടെ കൈ കഴുകി, ഞങ്ങളുടെ കൈകൾ ആ രക്തം ചിന്നിട്ടില്ല, ഞങ്ങളുടെ കണ്ണ് അത് കണ്ടിട്ടുമില്ല. ഒരാളെ ഒരിടത്ത് കൊന്നിട്ടേക്കുന്നു കണ്ടു. അപ്പൊ ആരാ കൊന്നേന്ന് അറിയത്തില്ല. ഇങ്ങനത്തെ ഒരു സന്ദർഭം ഉണ്ടായാൽ അതെങ്ങനെ പരിഹരിക്കണമെന്നാണ് ദൈവം പറഞ്ഞത്.
ഈ കൊല്ലപ്പെട്ട് കിടക്കുന്ന വ്യക്തിയുടെ തൊട്ടടുത്തുള്ള പട്ടണത്തിലെ മൂപ്പന്മാരെല്ലാം കൂടെ ഒരു പശുക്കിടാവിനെ അവിടെ കൊണ്ടുവന്ന് അതിന്റെ കഴുത്തൊടിച്ചു കൊല്ലണം. ഒരാൾ മരിച്ചു കിടക്കുന്നു, എന്നിട്ട് ഒരു പശുക്കിടാവിനെ കഴുത്തൊടിച്ചു കൊല്ലുക. എന്നിട്ട് കൊന്ന ആ പശുക്കിടാവിന്റെ ശരീരത്തിന് മീതെ കൈ കഴുകിക്കൊണ്ട് അവർ പറയും, ഞങ്ങളുടെ കൈകൾ ഈ രക്തം ചിന്തിയിട്ടില്ല, ഞങ്ങളുടെ കണ്ണ് അത് കണ്ടിട്ടുമില്ല. പിലാത്തോസ് കൈ കഴുകിയതിന്റെ അർത്ഥം മനസ്സിലായോ? പിലാത്തോസ് അവസാനമായിട്ടൊരു പരിഹാരം ചെയ്തു നോക്കി. എല്ലാ വർഷവും പെസഹ പെരുന്നാൾ വരുമ്പോ ഒരു കുറ്റവാളിക്ക് പൊതുമാപ്പ് കൊടുത്ത് പറഞ്ഞു വിടുമല്ലോ. നിങ്ങൾ കുറ്റവാളി എന്ന് പറയുന്ന യേശുവിനെ മാപ്പ് കൊടുത്ത് പറഞ്ഞു വിട്ടേക്കട്ടെ. അവര് പറഞ്ഞു, പറ്റില്ല, ബറബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കുക. യേശുവിനെ തള്ളിപ്പറഞ്ഞ ഏഴാമത്തെ കൂട്ടം ആളുകൾ യഹൂദന്മാരാണ്. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞപ്പോൾ യഹൂദ ജനത ഒന്നടങ്കം ഇങ്ങനെ പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. മത്തായി 27:25. സ്തോത്രം. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. ലൂക്കോസ് 23:27-28 വാക്യങ്ങളിൽ കുരിശ് ചുമന്നുകൊണ്ട് പോകുമ്പോൾ യേശു പറഞ്ഞ വാക്ക്, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരുവീൻ. യഹൂദന്മാർ യേശുവിനെ ക്രൂശിച്ചതിനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലെ 2 വാക്യം കൂടെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തി 13:28. മരണത്തിനൊരു ഹേതുവും കാണാഞ്ഞിട്ടും അവനെ കൊല്ലേണമെന്നവർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. യേശു മരിച്ചത് യേശു ചെയ്ത ഏതെങ്കിലും തെറ്റിന്റെ പേരിലായിരുന്നില്ല, എന്റെ തെറ്റിന്റെ പേരിൽ. എത്ര പേർക്ക് മനസ്സിലായി? മരണത്തിനൊരു ഹേതുവും കാണാഞ്ഞിട്ടും അവനെ കൊല്ലണം എന്നവർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. ഇനി 3:13-14 വാക്യം. അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ വിധിച്ച പീലാത്തോസിന്റെ മുമ്പിൽ വെച്ച് തള്ളിപ്പറയുകയും. അവനെ വിട്ടയപ്പാൻ വിധിച്ച പീലാത്തോസിന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ അവനെ തള്ളിപ്പറഞ്ഞു. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു. അടുത്തത്, കുലപാതകനായവനെ വിട്ടുതരണമെന്ന് ചോദിച്ചു. ആരാ കുലപാതകൻ? ബറബാസോ? നഗരത്തിലുണ്ടായ കലഹവും കുലപാതകവും ഹേതുവായി തടവിലാക്കപ്പെട്ട ശ്രുതിപ്പെട്ട ഒരു തടവുകാരൻ. യേശു പറഞ്ഞു, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരുവീൻ. എന്താണ് സംഭവിച്ചത്? ദൈവത്തിനെ വലിച്ചിഴച്ചു കൊണ്ടുപോയ, ക്രൂശിക്കാൻ വേണ്ടി കൊണ്ടുപോയ ആ യെരൂശലേമിലൂടെ യഹൂദജനത്തെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. പീലാത്തോസ് ഒടുവിൽ ഒരു നദിയിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. ഹന്നാവിന്റെയും കയ്യപ്പാവിന്റെയും ഒക്കെ കൊച്ചുമക്കളെ ആ യെരൂശലേമിന്റെ തെരുവിലൂടെ വലിച്ചു കൊണ്ടുപോയി. മാത്രമാണോ, ഒരു ജനത എന്ന നിലയിൽ ലോകത്തിൽ ഏറ്റവും അധികം ശിക്ഷകൾ സഹിച്ച സമൂഹം യഹൂദനാണ്. ലേഖനത്തിലെ ആ വാക്യം ഒരിക്കലൂടെ വായിച്ച് അവസാനിപ്പിക്കാം. 10-29 വാക്യം. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും. ദൈവപുത്രനെ ചവിട്ടിക്കളയും, തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും ചെയ്തവർ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിപ്പീൻ. യേശുവിനെ തള്ളിപ്പറഞ്ഞ യൂദ കെട്ടിയാദിയത്തു ഹന്നാവിന്റെയും കയ്യപ്പാവിന്റെയും മക്കളെ വലിച്ചിടിച്ചു കൊണ്ടുപോയി. പീലാത്തോസ് റോമിലെ സിംഫി നദിയിലേക്ക് കുതിച്ചു ചാടി ആത്മഹത്യ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. യഹൂദന്റെ രക്തം ലോകത്തിൽ നദികൾ പോലെ ഒഴുകി, തോടുകൾ പോലെ ഒഴുകി. നാം ചിന്തിക്കേണ്ടത്, യേശുവിനെ തള്ളിപ്പറയുന്നവരാണോന്നാ? ജീവനുള്ള ദൈവപുത്രനെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസവും ദുഷ്ടതയുമുള്ള കഠിന ഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ദൈവപുത്രനെ തള്ളിക്കളയുന്നവരായിട്ടല്ല, യേശുവിനെ എനിക്ക് വേണ്ട എന്ന് പറയുന്നവരായിട്ടല്ല. ഇല്ല കർത്താവേ, മരിക്കേണ്ടി വന്നാലും, എന്റെ രക്തം ചീന്തേണ്ടി വന്നാലും, യേശുവേ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും. യേശുവിന്റെ മരണമാണ് നമ്മെ നാമാക്കി മാറ്റിയത്. ചരിത്രത്തിൽ മായാതെ നിലനിൽക്കുന്ന യേശുവിന്റെ മരണം പറഞ്ഞുവിടാൻ പറ്റുന്നതല്ല എന്നും അത് ഓർമ്മിക്കേണ്ടുന്ന കാര്യമാണ്. നെടുമ്പാശ്ശേരിയിൽ ആത്മീക ആരാധനയ്ക്കായി ഒരിടം. പാസ്റ്റർ ബാബു ജോർജ് പത്തനാപുരം എഴുതിയ പുസ്തകങ്ങൾ,
ലഭ്യമാണ്. ശബ്ദം പിന്നിൽ കേട്ടിടും ഞാനാകുന്നവൻ നിർദ്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും വിളിക്കേണ്ട നമ്പർ 8086991167 9946997525.